കാത്തിരുന്ന് കാത്തിരുന്ന് പുഴമെലിഞ്ഞു കടവൊഴിഞ്ഞു കാലവും കടന്നു പോയി വേനലിൽ ദലങ്ങൾ പോൽ വളകളൂർന്നു പോയി. ഹലോ എവ്രിവൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഗായത്രി ആർ സുരേഷ്. സിനിമ എന്നുള്ളൊരു മോഹം അന്നാണ് സഫലമായത്. പക്ഷേ ഈശ്വര, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എത്രണ്ടും ശരിയാവുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. ജേർണി എന്ന് പറയുമ്പോൾ ആക്ടിങ് എന്ന് പറയുന്ന പണ്ട് മുതലേ എൻ്റെ പാഷനായിരുന്നു. അതായത് ആക്ടിങ് എന്നുള്ളൊരു മോഹം പണ്ട് തൊട്ടേ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ അവിടേക്ക് എത്തിപ്പെടാനുള്ള ഒരു രീതി അല്ലെങ്കിൽ ഒരു മാർഗം എനിക്ക് അതെനിക്കുണ്ടായിരുന്നില്ലേ. അപ്പോഴാണ് ഞാൻ ഫേസ്ബുക്കിൽ മിസ് കേരളയുടെ ഒക്കെ ആഡ് കണ്ടത്. അപ്പോൾ ഈ മിസ് കേരള എന്ന് പറയുമ്പോൾ മീഡിയ ഇൻഡസ്ട്രിയിലത്തെ ഒരുപാട് പേര് നമ്മളെ നോട്ട് ചെയ്യും. അങ്ങനെ ചാൻസ് കിട്ടാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്പണിംഗ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ മിസ് കേരളയിൽ പങ്കെടുത്തത്. ഭാഗ്യത്തിന് ദൈവം സഹായിച്ച് ടൈറ്റിൽ വിന്നറായി. അത് കഴിഞ്ഞിട്ട് മിസ് സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പേജൻറ്റിൽ പങ്കെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് മിസ് ക്വീൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ പാജൻറ്റിൽ പങ്കെടുത്തു. അതിൻ്റെ ഗ്രൂമിങ് നടക്കുമ്പോഴാണ് ചാക്കോച്ചൻ എന്നെ വിളിക്കുന്നത്. ചാക്കോച്ചൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനൊരു സബ്ജക്റ്റ് ഉണ്ട്, ഒരു തൃശ്ശൂർ ഭാഷ സബ്ജക്റ്റാണ്, എല്ലാം ശരിയായി വരികയാണെങ്കിൽ നമുക്കിത് ചെയ്യാം. ഈശ്വര, എന്താ പറയുക, ആ സമയത്ത് എനിക്ക് എന്താ പറയുക, എനിക്കിപ്പോൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല ആ സമയത്ത് എനിക്ക് എന്താ തോന്നി എന്നുള്ളത്. കാരണം വലിയൊരു ഭാഗ്യമായിട്ട് തോന്നി. ഒരു തൃശ്ശൂർക്കാരിയെ എനിക്കൊരു തൃശ്ശൂർ ഭാഷ സിനിമയിൽ തന്നെ തുടങ്ങാൻ പറ്റിയെങ്കിൽ എന്നുള്ളൊരു ആശ ഉണ്ടായിരുന്നു. എന്നിട്ട് പിറ്റേ ദിവസം സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും കൂടി കാണാൻ വന്നു. അവരോട് സംസാരിച്ചു. പിന്നെ പ്രൊഡ്യൂസർ ജെയ്സൺ ചേട്ടൻ വന്നു. അങ്ങനെ അവർക്കൊക്കെ ഇഷ്ടമായി. പിറ്റേ ദിവസം ജെയ്സൺ ചേട്ടനാണ് വിളിച്ച് പറയണേ, യു ആർ സെലക്റ്റഡ് എന്നുള്ളത്. അപ്പോൾ മൈ ഡ്രീം കെയിം ട്രൂ. സിനിമ എന്നുള്ളൊരു മോഹം അന്നാണ് സഫലമായത്. അതിന് ജെയ്സൺ ചേട്ടൻ, അതുപോലെ തന്നെ തോമസ് സർ, അരുൺ, ജമുന പേരിയുടെ പിന്നിലുള്ള എല്ലാവർക്കും, പിന്നിലും മുന്നിലും ഉള്ള എല്ലാവർക്കും, താങ്ക്സ് ടു ചാക്കോച്ചൻ, എവ്രി വൺ, താങ്ക് യു സോ മച്ച്. ആക്ടിങ്ങും ബാങ്കിങ്ങും ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ഒരേപോലെ ഇഷ്ടമാണ്. കാരണം ഒരെണ്ണം സിനിമ എന്ന് പറയുന്നത് ഞാൻ പണ്ട് തൊട്ടേ കണ്ടിരുന്ന ഒരു ആഗ്രഹമാണ്. പക്ഷെ ബാങ്കിങ് എന്ന് പറയുന്നത് ബാങ്കിൽ ജോയിൻ ചെയ്തിട്ട് ഉണ്ടായിട്ടുള്ളൊരു ഇഷ്ടമാണ് ബാങ്കിങ്ങിനോട്. സോ രണ്ടും എനിക്ക് ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ എന്താ പറയുക, മിസ് കേരളയ്ക്ക് പോണതിന് മുമ്പൊക്കെ ഞാൻ ബാങ്കിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു 3 വർഷം മുമ്പ് ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ തൊട്ടേ ഞാൻ ആ ബാങ്കിനോടുള്ളൊരു ഇതുണ്ട്. സോ ബാങ്കിങ് എനിക്ക് ബാങ്കാണ് ഉണ്ടായിരുന്നത്. സോ അത് കഴിഞ്ഞിട്ടാണ് സിനിമ വന്നത്. പക്ഷെ സിനിമയും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സിനിമ ഞാൻ പണ്ട് തൊട്ടേ കാണുന്ന ഒരു ആഗ്രഹം അല്ലെങ്കിൽ എൻ്റെ ഒരു പാഷനാണ്. സോ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റണേ എന്നുള്ളതാണ് ഇപ്പം എൻ്റെ പ്രാർത്ഥന. ലൈഫ് ആഫ്റ്റർ ബിക്കമിങ് എ സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ ഒരു ചേഞ്ചാണ് മെയിനായിട്ടുള്ളത്. എന്താ പറയുക, റെക്കഗ്നിഷൻ. അതായത് നമ്മൾ വെല്ലടത്തേക്കൊക്കെ പോകുമ്പോൾ അത് ജമുന പേരിലത്തെ കുട്ടി എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം, എന്താ പറയുക. പിന്നെ സെൽഫീസ് എടുക്കാറുണ്ട്, അത് വളരെ സന്തോഷം. അതാണ് മെയിനായിട്ടുള്ള ചേഞ്ച്. ഒരുപാട് പേര് വന്നിട്ട് പറയും, നന്നായിട്ടുണ്ടായിരുന്നു സിനിമ. അതേ ഉള്ളൂ മെയിനായിട്ടുള്ളൊരു ചേഞ്ച്. അല്ലാതെ വേറെ ഒരു ഇൻഡസ്ട്രിയും കൂടി അറിയാൻ പറ്റി. ഞാൻ ഫിലിം ഇൻഡസ്ട്രി എന്നുള്ളൊരു ഇൻഡസ്ട്രി അറിയാൻ പറ്റി. അതാണ് പിന്നെ വേറെ ഉള്ളൊരു ചേഞ്ച്. എന്താണ് അതിൻ്റെ കുറേ ടെക്നിക്കൽ സൈഡ്, അതൊക്കെ ഒബ്സർവ് ചെയ്യാൻ നല്ല രസമാണ്. സെറ്റിലിരുന്ന് അതൊക്കെ ഒബ്സർവ് ചെയ്യാൻ നല്ല രസമാണ്. പിന്നെ ഓരോരുത്തരുടെ ആക്ടിങ്, എന്താ പറയുക, എങ്ങനെയാണ് ഓരോരുത്തരും അഭിനയിക്കണം. സോ അത് ഒരുപാട് പഠിക്കാൻ പറ്റും. അതാണ് മെയിനായിട്ടുള്ളൊരു ചേഞ്ച് ആഫ്റ്റർ ബിക്കമിങ് എ സെലിബ്രിറ്റി. ചാക്കോച്ചനെ പറ്റി നിങ്ങൾക്കറിയാത്ത കാര്യം, ഈശ്വര, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ചാക്കോച്ചൻ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരാളാണ്. എന്തും ചെയ്യാൻ, എന്താ പറയുക, ഭയങ്കര ധൈര്യമാണ്, ഭയങ്കര സ്പോർട്ടീവാണ്. പിന്നെ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, ഭയങ്കര ബാഡ്മിൻ്റൺ പ്ലെയറാണ്. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെന്താ, ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. സെറ്റിലിരിക്കുമ്പോഴായാലും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമായിരിക്കും. ഇതൊക്കെ തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. ഒരുപാട് നല്ല പോസിറ്റീവ് എനർജി ഉള്ള ഒരാളാണ്. അപ്പോൾ അടുത്ത സിനിമ ഒരേ മുഖമാണ്. ഒരേ മുഖത്തിൻ്റെ ഡയറക്ടർ സജിത് ജഗന്നന്ദൻ സാറാണ്. അതുപോലെ തന്നെ പ്രൊഡ്യൂസർ ജയലാൽ മേനൻ സാറാണ്. ഒരേ മുഖത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര
അടിപൊളിയായിട്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. ഒരു 80s ക്യാമ്പസ് സ്റ്റോറിയാണ്. അപ്പോൾ ധ്യാൻ ചേട്ടനുണ്ട്, അജു ചേട്ടനുണ്ട്, പ്രയാഗ, ജ്വൽ, ഓർമ്മ, ദീപക് ചേട്ടൻ, അർജുൻ ചേട്ടൻ, പറയാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര വലിയൊരു സ്റ്റാർ കാസ്റ്റ് തന്നെയുണ്ട്. ഓണത്തിനാണ് റിലീസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരേ മുഖം അതിലെൻ്റെ ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, എന്നാലും ഭയങ്കര സട്ടിലായിട്ടുള്ള, ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. എൻ്റെ ഈ ഒരു ക്യാരക്ടറിന് ഭയങ്കര ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സോ അതെനിക്കിഷ്ടമായി. കാരണം എന്താ പറയുക, നമ്മുടെ ശരിക്കുള്ള സ്വഭാവത്തിൻ്റെ ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുക അതൊരു ഡിഫറൻസ് ആണല്ലോ. സോ അതെനിക്കിഷ്ടമായി. നല്ല സിനിമയായിരിക്കും എല്ലാം കൊണ്ടും. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. യങ് ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ പ്രത്യേകത, നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. കാരണം ഏകദേശം എല്ലാവരും ഒരേ ഏജ് ഗ്രൂപ്പ് ആയതുകൊണ്ട്, പിന്നെ ക്യാമ്പസ് സ്റ്റോറിയാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഫ്രീഡം ഇൻ ആക്ടിങ്, അതുപോലെ ഫ്രീഡം ഇൻ കമ്മ്യൂണിക്കേഷൻ എല്ലാം ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചുകൂടിയും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി ഡിസ്കസ്. അപ്പോൾ നമ്മളൊരു സീൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഷോർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്താലോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്താലോ, നമ്മുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് പറയാൻ പറ്റും, നമ്മുടേതായിട്ടുള്ള കുറച്ച് എക്സ്പ്രഷൻസും പറയാൻ പറ്റും. പിന്നെ യങ് ടീം എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വൈബ്രൻസ്, എന്താ ആ ഒരു എല്ലാവരും എപ്പോഴും ഓണായിരിക്കും. എന്താ അപ്പോൾ ഞങ്ങളുടെ ഒരേ മുഖം സെറ്റിലാണെങ്കിൽ തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ്, ഒരുപാട് ആർട്ടിസ്റ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി എന്തായിരുന്നു സംസാരിക്കുക, കളി, ചിരി, തമാശ, അങ്ങനത്തെ ഒരുപാട്. അതായത് സെറ്റിൽ ബോറടിക്കില്ല. അപ്പോൾ ഇപ്പോൾ ഷോർട്ട് ഇല്ലെങ്കിലും സെറ്റിൽ ബോറടിക്കില്ല. അത്രയും എൻഗേജ്ഡ് ആയിരുന്നു ഞങ്ങളെല്ലാവരും. ആൻഡ് വി ഹാഡ് ലോട്ട്സ് ഓഫ് ഫൺ വർക്കിംഗ് ഫോർ ഒരേ മുഖം. ഇൻട്രസ്റ്റിംഗ് ഇൻസിഡൻസ് അറ്റ് ഒരേ മുഖം എന്ന് പറയുമ്പോൾ എല്ലാം എന്താ ഫുൾ ഷൂട്ടിംഗ് തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം തൃശ്ശൂർ തന്നെയായിരുന്നു ഷൂട്ടിംഗ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോയി വരിക ചെയ്യുക. അപ്പോൾ രാവിലെ ഒരു 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും, സെറ്റിലേക്ക് പോകും. ഞങ്ങളെല്ലാവരും കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയ ഉടനെ തന്നെ ഞങ്ങളെല്ലാവരും മേക്കപ്പ് ഇട്ട് റെഡി ആയിട്ട് ഷോട്ടിന് റെഡി ആയിട്ടിരിക്കും. ഒരു 8 മണിയാകുമ്പോഴേക്കൊക്കെ ഫസ്റ്റ് ഷോട്ടാവും. അപ്പോൾ എന്താ പറയുക, ഭയങ്കര രസമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഷോർട്ട് ഇല്ലെങ്കിലും ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് സംസാരിച്ചിരിക്കും. ഷോർട്ടാവുമ്പോൾ അഭിനയിക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഒരു 5 മണി 5:30 ആകുമ്പോഴേക്കും അവിടുത്തെ ഷൂട്ടിംഗ് കഴിയും. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും അവരെല്ലാവരും ഹോട്ടലിലേക്ക്, ബാക്കി ആർട്ടിസ്റ്റൊക്കെ ഹോട്ടലിൽ പോകും, ഞാൻ തിരിച്ച് വീട്ടിൽ വരും. അപ്പോൾ ഞാൻ തൃശ്ശൂരുകാരിയായതുകൊണ്ട് എനിക്ക് തൃശ്ശൂരത്തെ കുറച്ച് ഏകദേശം സ്ഥലങ്ങൾ അറിയാം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെയുള്ള ഹാങ് ഔട്ട് ജോയിൻസ്, അത് ഞങ്ങളിവിടെ റിപ്പീറ്റ് സീസൺസിൽ പോകാറുണ്ട്, ഞങ്ങൾ സിനിമയ്ക്ക് പോകാറുണ്ട് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട്. അപ്പോൾ മൊത്തത്തിൽ ഇൻട്രസ്റ്റിംഗ് അല്ല, ഇറ്റ് വാസ് റിയൽ ഫൺ. എന്താ പറയുക, ആ ഒരു 20 ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. എല്ലാവരും ഇറ്റ് വാസ് ലൈക്ക് എന്താ പറയുക, ഭയങ്കര ഫ്രണ്ട്സായി എല്ലാവരും. ആര്യ ചേച്ചിയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. അത് ഞങ്ങൾ 1 മാസം മുമ്പ് മാഞ്ചസ്റ്ററിലേക്ക് ഒരു ഷോയ്ക്ക് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു, ആനന്ദ് TV അവാർഡ്സിന് വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ആര്യ ചേച്ചിനെ കാണുന്നത്. അതിനു മുമ്പ് ബഡായി ബംഗ്ലാവിൽ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. സോ അവിടെ വെച്ച് കണ്ടു, പരിചയപ്പെട്ടു. ഇപ്പോൾ ഭയങ്കര ഫ്രണ്ട്സായി. കാരണം എന്താ പറയുക, വളരെ വളരെ പൊളൈറ്റായിട്ടുള്ള, ഭയങ്കര ഹമ്പിളായിട്ടുള്ളൊരു ചേച്ചിയാണ്. ചേച്ചിക്ക് അറിയാം എന്താ, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദ ഫെയിം, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ക്യാരക്ടർ എന്ന് നല്ല ബോധ്യമുള്ളൊരു ആളാണ്. നൈസ് പേഴ്സൺ ടു ബി വിത്ത്. ഞങ്ങളവിടെ ലണ്ടനിൽ, മാഞ്ചസ്റ്ററിൽ സ്ട്രീറ്റിലൊക്കെ ഡാൻസ് ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്യാൻ നല്ലൊരു കമ്പനിയാണ്. അതായത് ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. സോ നമുക്ക് ഒരുമിച്ച് ഞങ്ങളവിടെ മാഞ്ചസ്റ്ററിൽ കറങ്ങാൻ പോയി, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്. സോ നമുക്കും ഭയങ്കര രസമാണ് ഒരുമിച്ച് നടക്കുമ്പോൾ ഒരു പോസിറ്റിവിറ്റി, നല്ല രസമാണ്, നല്ല ഫ്രണ്ട്സാണ്. ഇപ്പോൾ ഇനി ആ വീഡിയോനെ പറ്റി പറയാം. ഞങ്ങൾക്ക് വാട്സാപ്പിൽ എന്താ പറയുക, ആഭരണമഴ എന്നുള്ളൊരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആഭരണമഴ കണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആഭരണമഴ കാണും കേട്ടോ. എന്താ പറയുക, അത് കണ്ട് അതിൻ്റെ ഭയങ്കര ഫാൻസായി മാറി ഞങ്ങൾ. അതിലത്തെ എല്ലാ ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ എല്ലാ ഡയലോഗ്സും ഞങ്ങൾക്ക് ബൈഹാർട്ടായിരുന്നു. അപ്പോൾ അത് കണ്ട് എന്താ പറയുക, ഒരു ദിവസം ഞങ്ങൾ പറഞ്ഞു നമുക്കും അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്ത് നോക്കിയാലോ, അതുപോലെ ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓരോരോ ക്യാരക്ടേഴ്സായിട്ട് എടുത്തൊരു വീഡിയോ ആണ് ഞങ്ങൾക്ക് തന്നെ കാണാനായിട്ട്. അപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞ് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് തന്നെ തോന്നി വലിയ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. എന്നാൽ നമുക്കത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം, ഫ്രണ്ട്സിന് കാണാൻ വേണ്ടി പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക ചെയ്തത്. അവിടുന്നാണ്, ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് ഈ വീഡിയോ ആരോ ഷെയർ ചെയ്തിട്ട് അങ്ങനെ വൈറലായത്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളത്, അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ
ഞങ്ങൾക്ക് ഒരിക്കലും സീരിയൽ ഇൻഡസ്ട്രീനെ കളിയാക്കണം, സീരിയൽ ആർട്ടിസ്റ്റിനെ കളിയാക്കണം എന്നുള്ളൊരു ചിന്ത പോലും മനസ്സിലുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ കളിയാക്കണം എന്നുള്ളൊരു മോട്ടീവ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കള്ളത്തരം മനസ്സിലുണ്ടെങ്കിൽ ഞങ്ങൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നില്ല. ഞങ്ങൾ വളരെ ജെനുവിനായിട്ട് ഇട്ടൊരു വീഡിയോ ആണ്. എന്താ ജസ്റ്റ് ടു എൻ്റർടൈൻ യു, നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ഇട്ടതാണ്. അല്ലാതെ അതിൽ സീരിയൽ ആർട്ടിസ്റ്റിനെ കളിയാക്കണമെന്നുള്ള ഒരു തരത്തിലുള്ളൊരു ചിന്ത പോലും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഫേസ്ബുക്കിൽ ഒരുപാട് പോസ്റ്റ് കണ്ടു, സീരിയൽ ആർട്ടിസ്റ്റിനെ കളിയാക്കിക്കൊണ്ട് സിനിമ നടിമാർ, ഒറ്റ എന്താ പറയുക സിനിമ കൊണ്ട് നിലനിൽപ്പ് മറന്ന നടിമാരുടെ എക്സാമ്പിളാണ് ഇവരെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്, അല്ലെങ്കിൽ മിസ്കമ്മ്യൂണിക്കേഷനാണ്. ഞങ്ങൾ ഒരിക്കലും അത് ആഗ്രഹിച്ചിട്ടുമില്ല, ചെയ്തിട്ടുമില്ല, ഇനി ചെയ്യൂല. 4 പേരിൽ ആരും ഇഷ്ടം ചോദിച്ചാൽ എല്ലാവരും ഇഷ്ടമാണ്. എല്ലാവരെയും എന്താ പറയുക, എല്ലാവർക്കും ഓരോരോ ക്വാളിറ്റീസാണ്, എല്ലാവർക്കും ഓരോരോ യുണീക്നെസ് ആണ്. ഇപ്പോൾ ഫഹദ് ചേട്ടനെ കുറിച്ചിട്ട് എന്താ പറയുക ഫേസ്ബുക്കിൽ പോസ്റ്റ് ഉണ്ടായിരുന്നു, എന്താ കണ്ണുകൊണ്ട് പ്രേമിക്കുന്ന 4 നടന്മാരേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. സൂര്യ, ലാലേട്ടൻ, അതിൽ ഫഹദിക്കയും ഉണ്ടായിരുന്നു. സോ കണ്ണുകൊണ്ട് ഭയങ്കരമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ് ഫഹദ് ഫാസിൽ. അതുപോലെ നിവിൻ ചേട്ടൻ എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര ഹോംലി ആയിട്ടുള്ളൊരു എന്താ പറയുക ബോയ് നെക്സ്റ്റ് ഡോർ. ഏത് ഏജ് ഗ്രൂപ്പിലത്തെ ആൾക്കാർക്കും എന്താ നിവിൻ ചേട്ടന് ഇഷ്ടമാണ്. പിന്നെ ദുൽഖർ സൽമാൻ, ദുൽഖർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആളുടേതായിട്ടുള്ളൊരു സ്റ്റൈലും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ആ ഒരു എന്താ പറയുക ഒരു സ്റ്റൈൽ, ലാംഗ്വേജ്, എന്താ പറയുക ഫിസിക് കാണാനും ഭയങ്കര ഹാൻഡ്സമാണ്. അതുപോലെ രാജുവേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ, പൃഥ്വിരാജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക സ്ക്രിപ്റ്റ് സെലക്ഷൻ, പിന്നെ ഡയലോഗ് ഡെലിവറി, സൗണ്ട്, അങ്ങനെ എല്ലാവർക്കും ഓരോരോ യുണീക്നെസ് ആണ്. അപ്പോൾ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിവിൻ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. ബാക്കി 3 പേരുടെ കൂടെ ഇനി അഭിനയിക്കണമെന്ന് അതിയായ മോഹമുണ്ട്. ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദാറ്റ്. ഡാൻസും പാട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡാൻസ് ചെയ്യാൻ ഒരുപാട് എന്താ പറയുക സ്റ്റേജസിൽ ഡാൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ പാട്ട് പാടാൻ അത്രയ്ക്ക് പറ്റിയിട്ടില്ല എനിക്ക്. സോ ഞാൻ ഇവിടെ ഒരു പാട്ട് പാടാം. ഏതപ്പോൾ പാടുക? എന്ന് നിന്റെ മൊയ്തീനത്തെ കാത്തിരുന്ന, എത്രണ്ടും ശരിയാവുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. കാത്തിരുന്ന് കാത്തിരുന്ന് പുഴമെലിഞ്ഞു കടവൊഴിഞ്ഞു കാലവും കടന്നു പോയി വേനലിൽ ദലങ്ങൾ പോൽ വളകളൂർന്നു പോയി ഓർത്തിരുന്ന് ഓർത്തിരുന്ന് നിഴലു പോലെ ചിരിമറഞ്ഞു കാറ്റിലാടി നാളമായി നൂല് പോലെ നീർത്തുപോയി ചിരിമറന്നു പോയി ഓരോ നേരം തോറും നീളും യാമം തോറും നിന്റെ ഓർമ്മയാലെരിഞ്ഞിടുന്നു ഞാൻ. ഓരോരോ മാരിക്കാവും നിന്റെ മോഹം പോലെ എനിക്കായി കാത്തുനിന്നു കാത്തു ഞാൻ. മഴ മാറി വെയിലായി ദിനമേറെ കൊഴിയുന്നു ചിന്നി ചിന്നി മിന്നും നേരം നിന്നെ കാണാൻ ഇനി എന്നും എന്നും കാത്തിരുന്ന് കാത്തിരുന്ന് പുഴമെലിഞ്ഞു കടപൊഴിഞ്ഞു കാലവും കടന്നു പോയി വേനലിൽ ദലങ്ങൾ പോൽ വളകളൂർന്നു പോയി. ലിറിക്സ് ഒക്കെ തെറ്റായിരുന്നു. ഹലോ എവ്രിവൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഗായത്രി സുരേഷ്.